ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം കേട്ടോ. ഗബർണോക്കുലൈ മെയിൽസിലും ഫീമെയിൽസിലും ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളത്? ഓവറിയുടെ ബ്ലഡ് സപ്ലൈ ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്റേണൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലേ, നമ്മുടെ ഒബിയില ഇന്റേണൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് പഠിച്ചു തുടങ്ങി. അതിൽ നമ്മൾ ഏതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? അതായത് നമ്മൾ യൂട്രസ് അല്ലെ, യൂട്രസ്, പിന്നെ സെർവിക്സ്, ഫെലോപ്പിയൻ ട്യൂബ്, ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. പിന്നെ ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ളത് ഓവറി ഉണ്ട് അല്ലേ, ഓവറി ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ വജൈന ഉണ്ടല്ലേ. അപ്പൊ സോ ഇന്ന് ഈ രണ്ട് സ്ട്രക്ചേഴ്സും പിന്നെ അതിനോടൊപ്പം തന്നെ അക്സസറി റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. പിന്നെ ആ ഫിസിയോളജി കുറച്ച് മെൻസുറേഷൻ, ഓവുലേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ഓവറി നമ്മൾ എന്താണ് ഓവറിയിൽ നിന്നാണ് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ഇതാണ് എന്താ ഓവറിയിൽ നിന്ന് ഓവം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഫെലോപ്പിയൻ ട്യൂബ് പിക്കപ്പ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് ഓവത്തിന്റെ യാത്ര അല്ലെ, ഓവത്തിന്റെ ജേർണി ആരംഭിക്കും. സാധാരണ ഫെർട്ടിലൈസേഷൻ എവിടെ നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആംബുള്ളയിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അല്ലെ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സോ ഇന്ന് ഓവറിയുടെ സൈസ് എത്രയാണ് പറയുന്നത്? ഓവറിയുടെ സൈസ് പറയുന്നത് 3x2x1 കേട്ടോ. ഓവറിയുടെ സൈസ് പഠിക്കാൻ വളരെ എളുപ്പം അല്ലെ. 123 തിരിച്ചിട്ട് കഴിഞ്ഞാൽ മതി അല്ലെ. അതായത് 3x2x1 ആണ് ഓവറിയുടെ സൈസ് വരിക കേട്ടോ. 3x2x1 അതാണ് ഓവറിയുടെ സൈസ് വരിക. ഫോംഡ് അറ്റ് T10 സെഗ്മെന്റ്. അതായത് നമ്മുടെ അനാട്ടമിക്കൽ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാല് ഓവറി എവിടെയാണ്? T10 തൊറാസിക് വെർട്ടിബ്ര 10th അല്ലെങ്കിൽ തൊറാസിക് 10th വെർട്ടിബ്രയുടെ സൈറ്റിലാണ് ഓവറിയുടെ എക്സാക്ട് ആയിട്ടുള്ള ലൊക്കേഷൻ വരിക. അപ്പൊ ഓവറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓ വെച്ചല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ T10 എന്ന് ഓർത്താൽ മതി. ഡിസെൻഡ് ഡൗൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗബർനാക്കുലോയ്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം കേട്ടോ. ഗബർനാക്കുലൈ അതായത് ഈ ഗബർനാക്കുലൈ എന്ന് പറഞ്ഞാല് ഇതൊരു എംബ്രിയോണിക് സ്ട്രക്ചർ ആണ്. സോ ഇത് ഒരു ലിഗമെന്റൽ സ്ട്രക്ചർ ആണ്. ഇത് നമ്മുടെ ഓവറിയെ വലിച്ച് താഴേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സ്ട്രക്ചർ ഗബർനാക്കുലൈ. അതുപോലെ തന്നെ നമ്മുടെ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ടെസ്റ്റിസിനെയും ഡിസെൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ ഗബർനാക്കുലൈ. അപ്പൊ രണ്ട് മെയിൽസിലും ഫീമെയിൽസിലും ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? നമ്മുടെ മെയിൽസിലെ ടെസ്റ്റിസിനെ വലിച്ച് ഡിസെൻഡ് ചെയ്യാനും ഇവിടെ ഓവറിയെ ഡിസെൻഡ് ചെയ്യാനും ഈ ഗബർനാക്കുലൈ എന്ന് പറയുന്ന സ്ട്രക്ചർ എംബ്രിയോണിക് സ്ട്രക്ചർ ആണ്. അതിന്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈൻഡ് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം ഫെലോപ്പിയൻ ട്യൂബിലെ പെക്സെൽസ് എന്നൊക്കെ ചോദിച്ചു പറഞ്ഞില്ലേ, അതുപോലെ ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈൻഡ് ബൈ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഓവറിയെ ലൈൻ ചെയ്തിരിക്കുന്ന ആരാണ്? ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ് ഓവറിയെ ലൈൻ ചെയ്തിരിക്കുന്നത്. ഓവറിയെ ലൈൻ ചെയ്തിരിക്കുന്ന ആരാണ്? ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ബ്ലഡ് സപ്ലൈ കേട്ടോ. ബ്ലഡ് സപ്ലൈ ടു ദ ഓവറി ഏതാണ്? ബൈ ഒവേറിയൻ ആർട്ടറി. നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാം കണ്ടോ. ഇതാണ് ഓവറി. സോ അതിന് ഓവറിക്ക് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആരാണ്? ഒവേറിയൻ ആർട്ടറി ആണ് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത്. അത് ആരുടെ ബ്രാഞ്ച് ആണ്? ബ്രാഞ്ച് ഓഫ് അബ്ഡോമിനൽ അയോട്ട. അതുപോലെ അത് ഏത് ലെവലിലാണ്? അറ്റ് L2 ലെവൽ അല്ലെ. അറ്റ് L2 ലെവലാണ് എന്ത് വരുന്നത്? ഈ ഒവേറിയൻ ആർട്ടറി വരുന്നത്. നെർവ് സപ്ലൈ ആണെങ്കിലോ ഒവേറിയൻ പ്ലെക്സസ്. അപ്പൊ ഇതില് ചോദിക്കാൻ സാധ്യതയുള്ളത് ഓവറിയുടെ ബ്ലഡ് സപ്ലൈ ആണ്. അത് ഒവേറിയൻ ആർട്ടറി. വളരെ ഈസിയാണ് അല്ലേ, അത് ഓർത്തിരിക്കാൻ വളരെ ഈസിയാണ്. ഒവേറിയൻ ആർട്ടറി. നെക്സ്റ്റ് വരുന്നത് വജൈനയാണ്. വജൈന എന്താണ്? അതൊരു ഫൈബ്രോ മസ്കുലാർ ട്യൂബ് ആണ് കേട്ടോ. ഫൈബ്രോ മസ്കുലാർ ട്യൂബ് ആണ് ഇത്. ആക്ച്വലി വജൈന കുറച്ചൊന്ന് അനാട്ടമിക്കലി കുറച്ചൊന്ന് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, നമുക്ക് കണ്ട ഈ ഡയഗ്രത്തിൽ കാണാം. ഉണ്ടോ? ഇതാണ് ഉണ്ടോ? ഇത്രയും സ്ട്രക്ചർ, ഇത്ര ഏരിയ വജൈനയാണ്. അപ്പൊ എന്താ സംഭവം? അതിന്റെ ലെങ്തിലും വ്യത്യാസം ഉണ്ടാവില്ലേ. കണ്ടോ, ഇവിടെ ആണെങ്കിൽ ഈ ആന്റീരിയർ പോർഷൻ, ഫ്രണ്ട് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് കുറവാണ്. പോസ്റ്റീരിയർ അല്ലെങ്കിൽ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് കുറച്ചുകൂടെ കൂടുതലാണ് അല്ലെ. സോ ലെങ്ത് അറ്റ് ദ ആന്റീരിയർ വോൾ എത്രയാണ്? 7.5 സെന്റിമീറ്റർ കേട്ടോ. 7 സെന്റിമീറ്റർ ആണ് വജൈനയുടെ ലെങ്ത് അറ്റ് ആന്റീരിയർ വോൾ. അതേസമയം പോസ്റ്റീരിയർ വോളിൽ എത്രയാണ്? അത് 9 സെന്റിമീറ്റർ ആണ്. പോസ്റ്റീരിയർ വോളിൽ എത്രയാണ്? 9 സെന്റിമീറ്റർ ആണ്. ഇത് ലൈൻ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമോസ് എപ്പിത്തീലിയം കേട്ടോ. വജൈന ലൈൻ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമോസ് എപ്പിത്തീലിയം വെച്ചിട്ടാണ് വജൈന ലൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വജൈനയ്ക്ക് 1-2 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കൂടെ ഉണ്ട്. ഇൻഹെറിറ്റഡ് ബാക്ടീരിയ ഇൻ ദ വജൈന. വജൈനയില് ആക്ച്വലി നമ്മൾ കമൻസൽ എന്നൊക്കെ പറയുന്ന പോലെ, നോർമൽ ഫ്ലോറ എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് ബാക്ടീരിയ നോർമലി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വജൈനയിൽ കേട്ടോ. സോ അതിന് പറയുന്ന പേരാണ്
ഡോഡർലിൻ ബാസിലൈ കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോഡർലിൻ ബാസിലൈ നമ്മൾ ഒരിക്കൽ ലൈവ് ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു ഇതിനെ കുറിച്ച്. ഇൻഹെറിറ്റഡ് ബാക്ടീരിയ ഇൻ ദ വജൈന ആരാണ്? ഡോഡർലിൻ ബാസിലൈ. അതെന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലാക്ടോബാസിലൈ. അപ്പൊ നമുക്ക് ഓപ്ഷന് ചോദിക്കുകയാണ്, ഓപ്ഷനിൽ തരികയാണ് വജൈനയിൽ കാണുന്ന ബാക്ടീരിയ. അപ്പം ലാക്ടോബാസിലൈ ആണ് വരുന്നെങ്കിൽ അതാണ് ആൻസർ. ഡോഡർലിൻ ബാസിലൈ വരണമെങ്കിൽ അതാണ് ആൻസർ. പക്ഷെ ഡോഡർലിൻ ബാസിലൈയും ലാക്ടോബാസിലൈയും ആണ് വരുന്നെങ്കിൽ അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഡോഡർലിൻ ബാസിലൈ ആണ്. ഓർത്തോടെ. സോ ഇറ്റ് ഗീവ്സ് അസിഡിക് pH ടു ദ വജൈന. അസിഡിക് pH കൊടുക്കുന്ന ആരാണ്? ഈ ഡോഡർലിൻ ബാസിലൈ ആണ്. സോ pH ഓഫ് വജൈന എത്രയാണ്? നമ്മൾ പറഞ്ഞിരുന്നു 4.5 അല്ലെ. സോ അതിന് റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ 3.8 to 4.5 ആണ് എന്താ pH ഓഫ് വജൈന. ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം അസിഡിക് pH എപ്പോഴാണ് കാണുക? ഡ്യൂറിങ് പ്രഗ്നൻസി. എന്താണ്? ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് കൂടുതൽ അസിഡിക് pH ഉണ്ടാവുക. കാരണം എന്താണ്? അപ്പോഴാണ് കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ടത് അല്ലെ. ഇൻഫെക്ഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ വേണ്ടുന്നത് പ്രഗ്നൻസി സമയത്താണ്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം അസിഡിക് pH എപ്പോഴാണ് കാണുന്നത്? പ്രഗ്നൻസിയുടെ ടൈമിലാണ്. അതേസമയം ആൽക്കലൈൻ ആകുന്ന എപ്പോഴാണ്? ഡ്യൂറിങ് മെൻസ്ട്രുവേഷൻ ആൻഡ് മെനോപോസ്. മെൻസ്ട്രുവേഷന്റെ സമയത്തും പിന്നെ മെനോപോസ് നമുക്ക് അറിയാം അല്ലെ. സെസേഷൻ ഓഫ് മെൻസ്ട്രുവേഷൻ ആണ് മെനോപോസ്. അപ്പോഴുമാണ് സാധാരണ ആൽക്കലൈൻ കേട്ടോ, നമ്മുടെ വജൈന ആൽക്കലൈൻ ആയി കാണുക അപ്പോഴാണ്. നെക്സ്റ്റ് വജൈനയുടെ റിലേഷൻസ് ആണ്. സോ ആന്റീരിയർ റിലേഷൻ നമുക്ക് പറയാം, പോസ്റ്റീരിയർ പറയാം, അതുപോലെ ലാറ്ററൽ റിലേഷനും പറയാം കേട്ടോ. നമുക്ക് വജൈനയുടെ റിലേഷൻസ് പറയുമ്പോൾ ആന്റീരിയർ പറയാം, പോസ്റ്റീരിയർ പറയാം, അതുപോലെ ലാറ്ററലും പറയാം. സോ അപ്പം ആന്റീരിയർ എന്ന് വെച്ചാൽ വജൈനയുടെ ഫ്രണ്ടിൽ എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആയിരിക്കുന്നത്? യൂറിനറി ബ്ലാഡർ ഉണ്ട്, അതുപോലെ യൂറിത്ര ഉണ്ട്. കണ്ടോ നമുക്കിവിടെ കാണാം. ഇതാണ് എന്താ വജൈന എന്ന് പറയുന്ന സ്ട്രക്ചർ. അതിന്റെ ഫ്രണ്ടിൽ കണ്ടേ ഇതാണ് യൂറിനറി ബ്ലാഡർ, ഇതാണ് യൂറിത്ര. കണ്ടോ യൂറിനറി ബ്ലാഡറും യൂറിത്ര ഉണ്ട്. പോസ്റ്റീരിയർ ആണെങ്കിലോ പോസ്റ്റീരിയറില് അപ്പർ 1/3 ബാക്കിൽ അപ്പർ 1/3 പറയുന്ന സ്ട്രക്ചർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? പൗച്ച് ഓഫ് ഡഗ്ലസ് കേട്ടോ. പൗച്ച് ഓഫ് ഡഗ്ലസ് അല്ലെങ്കിൽ കൾഡിസാക് ഇമ്പോർട്ടന്റ് ആണ്. പോസ്റ്റീരിയറിലെ അപ്പർ 1/3 കേട്ടോ, ഇത് വജൈനയാണ്. സോ പോസ്റ്റീരിയറിലെ അപ്പർ 1/3 ഇതാണ് കൾഡിസാക് അല്ലെങ്കിൽ പൗച്ച് ഓഫ് ഡഗ്ലസ്. അത് പെരിട്ടോണിയത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ പൗച്ച് ഓഫ് ഡഗ്ലസ്. ഫീമെയിൽസിൽ കാണുന്നതാണ്. നെക്സ്റ്റ് മിഡിൽ 1/3 എന്ന് പറഞ്ഞാൽ ആംബുലാസ് റെക്ടം. ഇത് റെക്ടം ആണ്. സോ ആംബുലാസ് റെക്ടം ആണ് മിഡിൽ 1/3 പോസ്റ്റീരിയർ റിലേഷൻ ഓഫ് വജൈന. ലോവർ 1/3 ആണെങ്കിലോ പെരീനിയൽ ബോഡിയാണ് ലോവർ 1/3. ലാറ്ററൽ സൈഡിലെ വജൈന ആരുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? മെക്കൻറോഡ്സ് ലിഗമെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓർക്കുന്നില്ലെങ്കിൽ ഒന്നുകൂടെ വായിച്ചു നോക്കുക കേട്ടോ. മാക്കൻറോഡ്സ് ലിഗമെന്റ്, കൂടാതെ ലെവേറ്റർ ആനി മസിൽസ്, അതായത് നമ്മുടെ എയ്നസിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന മസിൽസ് ആണ് ലിവേറ്റർ ആനി മസിൽസ്. ഇമ്പോർട്ടന്റ് ആണ്. സോ 1-2 കാര്യങ്ങളോട് പറഞ്ഞോട്ടെ. ഇൻ ന്യൂ ബോൺ കേട്ടെ, കുഞ്ഞു കുട്ടികളിലെ എപ്പിത്തീലിയം ലൈൻഡ് ഈസ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം. വജൈനയില് കുഞ്ഞു കുട്ടികളിലെ ലൈൻ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയം എന്താണ്? ട്രാൻസിഷണൽ കേട്ടോ. ട്രാൻസിഷണൽ എപ്പിത്തീലിയം ആണ് കുഞ്ഞു കുട്ടികളിലെ വജൈനയില് ലൈൻ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയം. ഞാൻ പറഞ്ഞു അഡൽസിലോ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമോസ് എപ്പിത്തീലിയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡൽസിലെ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമോസ് എപ്പിത്തീലിയം, ന്യൂ ബോൺസിലാണെങ്കിലോ ട്രാൻസിഷണൽ എപ്പിത്തീലിയം. ദെൻ ബ്ലഡ് സപ്ലൈ ആരാ കൊടുക്കുന്നത്? ഒന്ന് ഡിസെൻഡിങ് വജൈനൽ ആർട്ടറി ആണ്. വജൈനയ്ക്ക് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ഒന്നാമത്തെ സംഗതി ആരാണ്? ഡിസെൻഡിങ് വജൈനൽ ആർട്ടറി. രണ്ടാമത്തേത് ഇന്റേണൽ പ്യൂഡിനൽ ആർട്ടറി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ഇന്റേണൽ പ്യൂഡിനൽ ആർട്ടറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മിഡിൽ റെക്ടൽ ആർട്ടറി. സോ ഇത് മൂന്നുമാണ് വജൈനയ്ക്ക് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത്. ഇനി അതിന്റെ എംബ്രിയോളജി ഇതും നമ്മൾ പറഞ്ഞതാണ്. അപ്പർ 2/3 പോർഷൻ ഓഫ് വജൈന എന്ത് വെച്ചിട്ടാ ഫോം ചെയ്തിരിക്കുന്നത്? നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിൽ കാണുന്ന മുള്ളേറിയൻ ഡക്റ്റിൽ നിന്നാണ് അപ്പർ 2/3 ഓഫ് വജൈന ഫോം ചെയ്തിരിക്കുന്നത്. ലോവർ 1/3 ആണെങ്കിലോ യൂറോജെനൈറ്റൽ ഡയഫ്രം കേട്ടോ. ലോവർ 1/3 യൂറോജെനൈറ്റൽ ഡയഫ്രത്തിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. അത് എംബ്രിയോളജി ആണ്. സോ ഇനി നമ്മൾ ആക്ച്വലി നമ്മൾ ഓവറേയും വജൈനയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞ എല്ലാം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ഒരു പോയിന്റ് പോലും വിടാനില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് ബ്രസ്റ്റ് കേട്ടോ. ബ്രസ്റ്റിൽ എന്തൊക്കെയുള്ള ലാർജ് മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. നമുക്ക് എന്തുണ്ട്? ലാർജ് മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട് ബ്രസ്റ്റിൽ അല്ലെ. ലാർജ് മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. എന്താണ്?
അതാണ് നമ്മുടെ ബ്രസ്റ്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ ബ്രസ്റ്റിന്റെ എക്സ്റ്റൻഷൻ എവിടെ മുതലാണ്, അനാട്ടമിക്കലി എവിടെ മുതൽ എവിടെ വരെയാണ് ബ്രസ്റ്റ് ടിഷ്യൂ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്? ഫ്രം സെക്കൻഡ് ടു സിക്സ്ത് റിബ് ഇൻ ദ മിഡ് ക്ലാവിക്കുലർ ലൈൻ. അതായത് മിഡ് ക്ലാവിക്കുലർ ലൈനില് സെക്കൻഡ് റിബ് മുതൽ സിക്സ്ത് റിബ് വരെയുള്ള സ്പേസിലാണ് ബ്രസ്റ്റ് ടിഷ്യൂ എന്ത് ചെയ്തിരിക്കുന്നത്, എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ലാറ്ററൽ പ്രൊജക്ഷൻ ഓഫ് ബ്രസ്റ്റ് ടുവേഴ്സ് ദ ആക്സില. പ്രീവിയസ് എക്സാം ക്വസ്റ്റൻ ആണ്. ലാറ്ററൽ പ്രൊജക്ഷൻ ഓഫ് ബ്രസ്റ്റ്, അതായത് ബ്രസ്റ്റില് ലാറ്ററൽ പ്രൊജക്ഷൻ, സൈഡിലേക്കുള്ള പ്രൊജക്ഷൻ ടുവേഴ്സ് ദ ആക്സില. അത് നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറി ടൈലോസ്പെൻസ്. ഇമ്പോർട്ടന്റ് ആണ് ആക്സിലറി ടൈലോസ്പെൻസ്. ഇതാണ് ആക്സിലറി ടൈലോസ്പെൻസ് എന്ന് പറയുന്നത്. സോ എന്താണ് ലാറ്ററൽ പ്രൊജക്ഷൻ ഓഫ് ബ്രസ്റ്റ്? ബ്രസ്റ്റിന്റെ പ്രൊജക്ഷൻ ലാറ്ററൽ സൈഡിലേക്ക് പോകും, ടുവേഴ്സ് എവിടെ പോകുന്നു, ആക്സിലയിലേക്ക് പോകുന്നു. അതിന്റെ പേരാണ് ആക്സിലറി ടൈലോസ്പെൻസ്. ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് എക്സാം ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രസ്റ്റിന്റെ ബാക്കിയുള്ള സിഗ്നിഫിക്കൻസ് ആണ്. ഒന്നാമത്തേത് എന്താണ്, വെയിറ്റ് ഓഫ് ദ ബ്രസ്റ്റ്. വെയിറ്റ് ഓഫ് ദ ബ്രസ്റ്റ് എത്രയാണ്? 200 മുതൽ 300 ഗ്രാം വരെ. നമ്മളെ ഹാർട്ടിന്റെ ഒക്കെ വെയിറ്റ് പറഞ്ഞു അല്ലെ, ഫീമെയിൽസിൽ 250 ഗ്രാമും മെയിൽസിൽ 300 ഗ്രാമും. സോ അതുപോലെ ബ്രസ്റ്റിന്റെ വെയിറ്റ് എത്രയാണ്? 200 ഗ്രാം. കേട്ടോ, 200 മുതൽ 300 ഗ്രാം ഡ്യൂറിങ് ചൈൽഡ് ബെയറിംഗ് ഏജ്. ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മോൺഗോമറി ഗ്ലാൻഡ് ഉണ്ട്. അതെന്താണ്? ആക്സസറി ഗ്ലാൻഡ്സ് ലൊക്കേറ്റഡ് അറൌണ്ട് ദ പെരിഫറി ഓഫ് ഏരിയോള. അപ്പൊ ഏരിയോള എന്താണ്? ഏരിയോള എന്ന് പറഞ്ഞാൽ ഈ റേസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ അല്ലെ, നിപ്പിൾ ടിഷ്യൂ റേസ് ചെയ്ത് നിൽക്കുന്നതിനാണ്, നിപ്പിൾ ടിഷ്യൂവിന്റെ തൊട്ട് ഈ ചുറ്റും കാണുന്ന പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏരിയോള എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ കാണുന്നുണ്ട്? മോൺഗോമറി ഗ്ലാൻഡ്സ് ഉണ്ട്. എന്താണ് മോൺഗോമറി ഗ്ലാൻഡ്സ് ഉണ്ട്? നമുക്ക് ഇവിടെ കാണാം, ഏരിയോളയിൽ കാണപ്പെടുന്ന ഗ്ലാൻഡ്സ് ആണ്. എന്താണ് അത്? ആക്സസറി ഗ്ലാൻഡ്സ് ആണ്, ലൊക്കേറ്റഡ് അറൌണ്ട് ദ പെരിഫറി ഓഫ് ഏരിയോള. ഏരിയോളയുടെ പെരിഫറിയിൽ കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് എന്ത്? മോൺഗോമറി ഗ്ലാൻഡ്. ഇമ്പോർട്ടന്റ് ആണ് മോൺഗോമറി ഗ്ലാൻഡ്. സോ ദേ ക്യാൻ സെക്രീറ്റ് മിൽക്ക്. റെയർ ആയിട്ട് അതിനെ മിൽക്ക് സെക്രീറ്റ് ചെയ്യാം. ഇൻ കേസ് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദേ ക്യാൻ സെക്രീറ്റ് മിൽക്ക് റെയർലി. ആർക്കാണ്? ഈ മോൺഗോമറി ഗ്ലാൻഡിന്. Then breast is composed of 12 to 20 lobes. ബ്രസ്റ്റിന് എത്ര ലോബ്സ് ഉണ്ട്? 12 മുതൽ 20 വരെ ലോബ്സ് ഉണ്ട്. 12 മുതൽ 20 വരെയുള്ള ലോബ്സ് ഉണ്ട്. ആർക്ക്? നമ്മുടെ ബ്രസ്റ്റിന്. കണ്ടോ, ഇതാണ് ലോബ്സ്. അത് എത്ര ഉണ്ട്? 12 to 20 ഉണ്ട്. ആൻഡ് each lobe has about 10 to 100 lobules. ഈച്ച് ലോബിന്, ഓരോ ലോബിന് എത്ര ലൊബ്യൂൾസ് ഉണ്ട്? 10 to 100. കേട്ടോ, 10 to 100 ലൊബ്യൂൾസ് ഉണ്ട്. സോ ഇതാണ് ബ്രസ്റ്റ് ടിഷ്യൂവിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. കേട്ടോ, ഇനി 1-2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൂപ്പേഴ്സ് ലിഗമെന്റ്. കേട്ടോ, കൂപ്പേഴ്സ് ലിഗമെന്റ് എവിടെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ടിഷ്യൂ ആണ് കൂപ്പേഴ്സ് ലിഗമെന്റ്. നിങ്ങൾ പഠിച്ചു തന്നെ പോവുക. എങ്ങനെ ഓർത്തിരിക്കും? BC. കേട്ടോ, അങ്ങനെ എന്നെ ഓർത്താൽ മതി. ബ്രസ്റ്റ് ടിഷ്യൂവിൽ കാണുന്ന എന്താണ്? കൂപ്പേഴ്സ് ലിഗമെന്റ്. എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് സപ്പോർട്ട് ടു ദ ബ്രസ്റ്റ്. ബ്രസ്റ്റ് ടിഷ്യൂവിന് സപ്പോർട്ട് കൊടുക്കുന്ന ആരാണ്? ഈ കൂപ്പേഴ്സ് ലിഗമെന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. കൂപ്പേഴ്സ് ലിഗമെന്റ് ആർക്കാ? ബ്രസ്റ്റ് ടിഷ്യൂവിനുണ്ട്. ഇവിടെ കാണുന്നുണ്ട് കൂപ്പേഴ്സ് ലിഗമെന്റ്. ഇതാണ് കൂപ്പേഴ്സ് ലിഗമെന്റ്. എന്ത് ചെയ്യുന്നു? ബ്രസ്റ്റ് ടിഷ്യൂവിന് സപ്പോർട്ട് കൊടുക്കുന്നു.